എല്ലാവർക്കും നമസ്കാരം. ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ HSSTയുടെ സിലബസിൻ്റെ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. നമ്മുടെ സിലബസ് 10 യൂണിറ്റുകളുണ്ടല്ലേ. ഫിസിക്സിലെ 10 യൂണിറ്റുകൾ സബ്ജക്റ്റീവ് പാർട്ടും അതോടൊപ്പം തന്നെ 30 മാർക്കിനായിട്ട് ഒരു സെക്ഷൻ നമ്മുടെ GKയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ചേർത്തിട്ട് ഒരു 30 മാർക്കിൻ്റെ സെക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഈ 10 യൂണിറ്റുകളുള്ള നമ്മുടെ ആദ്യത്തെ സെക്ഷൻ സബ്ജക്റ്റീവ് പാർട്ടിൽ ഒരുപാട് ഡിഫക്റ്റ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റാണ് ഒരു പേപ്പർ ഈ പറയുന്ന സിലബസിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ്. അതിപ്പോൾ ചെറിയ വല്ല പേപ്പറുകളൊക്കെയാണ് നമുക്ക് പിന്നെയും പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. വളരെ ഫിസിക്സിലെ നെടുന്തൂണെന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്ന തിയറിയുള്ള ഒരു പേപ്പർ നമ്മുടെ സിലബസിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ് അല്ലേ. സിലബസ് കണ്ടിട്ടുള്ള ആർക്കൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ആ പേപ്പർ എന്ന്. ഏതാണെന്നറിയോ ആ പേപ്പർ? ഇലക്ട്രോഡൈനാമിക്സ്. നമുക്ക് ഈ തന്നിരിക്കുന്ന HSST ഫിസിക്സ് സിലബസിൻ്റെ അകത്ത് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഫിസിക്സ് സിലബസ് ആയിട്ടുള്ള ഏതൊരു മത്സര പരീക്ഷ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ആ പരീക്ഷയ്ക്കകത്ത് ഇലക്ട്രോഡൈനാമിക്സ് ഇല്ലാണ്ട് ഉണ്ടാവില്ല. ഇലക്ട്രോഡൈനാമിക്സ് ഇല്ലാത്തൊരു സിലബസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഫിസിക്സിലെ ഏറ്റവും വൈഡായിട്ട് പഠിക്കുന്ന ഒരു ഏരിയയാണ് ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അത് നമ്മുടെ HSSTയുടെ സിലബസിൻ്റെ അകത്തില്ല. എന്തുകൊണ്ട് ഇലക്ട്രോഡൈനാമിക്സ് വന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം വേറൊന്നുമല്ല, കാര്യമായ പഠനങ്ങളോ കാര്യമായ വർക്കൊന്നും ചെയ്യാതെ വെറുതെ കണ്ട പരീക്ഷയുടെ സിലബസൊക്കെ നമുക്ക് എടുത്ത് തന്നുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം പറ്റിയിരിക്കുന്നത്. എന്താണെന്നല്ലേ, വേറെ സിലബസ് എവിടെ നിന്നാണ് വന്നു എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിക്സ് 2019 വിളിച്ച് 2020 പരീക്ഷ നടന്നതാണ്. ആ പരീക്ഷ എഴുതിയ ആളുകൾക്കറിയാം ആ സിലബസിൻ്റെ അത് ഇലക്ട്രോഡൈനാമിക്സ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല, 2020 അല്ലെങ്കിൽ 2021 നടന്ന പരീക്ഷ ഏതിൻ്റെയാണെന്നറിയോ? നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫിസിക്സ് FSL ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് നടന്ന സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫിസിക്സ് പരീക്ഷ കാറ്റഗറി നമ്പർ 026/2020. സെയിം സിലബസ്, അതായത് അസിസ്റ്റന്റ് പ്രൊഫസറിന് അതേ സിലബസ് എടുത്തിട്ടാണ് തന്നത്. അപ്പോൾ എന്തുണ്ടായില്ല? അതിൻ്റെ അകത്തും ഇലക്ട്രോഡൈനാമിക്സ് ഇല്ലായിരുന്നു. ആ സിലബസിലും ഇല്ല. ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താ? ആ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ സിലബസ് എന്താണോ അതേ സിലബസ് തന്നെ നമുക്ക് വീണ്ടും തന്നിരിക്കുകയാണ്. എന്തിനാ? HSST ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴെങ്കിലും ഇലക്ട്രോഡൈനാമിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് വിടാഞ്ഞു. ആദ്യം അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ പരീക്ഷ നടന്നപ്പോൾ തന്നെ ഒത്തിരിയായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ വന്നതാണ്. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ അതിൻ്റെ അകത്ത് റിലേറ്റിവിറ്റി ഇല്ലാത്ത ക്ലാസിക്കൽ മെക്കാനിക്സ് നിങ്ങൾ പഠിച്ചാൽ മതി എന്നാണ് സിലബസ്. മാത്തമാറ്റിക്കൽ ഫിസിക്സിലാണെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷൻസും ഫുറിയർ സീരീസും കോംപ്ലക്സ് നമ്പേഴ്സും മാത്രം പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ മെട്രിക്സോ വെക്ടേഴ്സോ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. അതൊന്നും സിലബസിലില്ല. ഗ്രൂപ്പ് തിയറിന്ന് ഹെഡിങ് വന്നിട്ടുണ്ട്, പക്ഷേ സിലബസിൻ്റെ അകത്തേക്ക് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഗ്രൂപ്പ് തിയറി ഇല്ല. അപ്പോൾ അവിടെയും കുഴപ്പങ്ങളാണ്. കണ്ടോ? അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് സിലബസ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇലക്ട്രോഡൈനാമിക്സ് പഠിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എൻ്റെ ഉത്തരം ഇതാണ്. തീർച്ചയായിട്ടും ഫാക്കൽറ്റി എന്ന നിലയ്ക്ക് നിങ്ങളോട് ഞാൻ പറയുന്നത് ഇലക്ട്രോഡൈനാമിക്സ് മസ്റ്റായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. കാരണം എന്താണ്? ഈ പറയുന്ന മുൻവർഷങ്ങൾ ഇതേ സിലബസ് തന്ന് പരീക്ഷ നടത്തിയിട്ട് അതിൻ്റെ അകത്ത് ഇലക്ട്രോഡൈനാമിക്സിന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളത് വിട്ട് പഠിക്കാൻ പാടില്ല. ഞാൻ പറയാനുള്ള മെയിൻ കാരണം എന്താ അറിയോ? HSST ഫിസിക്സ് എന്ന് പറയുമ്പോൾ +1 +2 കുട്ടികളെ പഠിപ്പിക്കേണ്ട ആളുകളാണല്ലേ. അപ്പോൾ +2 കുട്ടികൾക്ക് NCERTയുടെ ടെക്സ്റ്റിലെ ആദ്യത്തെ 5 ചാപ്റ്ററുകൾ ഇലക്ട്രോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് മൂവിങ് ചാർജസ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അങ്ങനെ 5 ചാപ്റ്ററുകളുണ്ട്. ഇതെല്ലാം മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കേണ്ട ആളുകൾ പരീക്ഷ എഴുതുമ്പോൾ സിലബസിൽ ഇത് പഠിക്കണ്ട എന്നാണ് നമ്മുടെ കേരള PSC പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ശരിയായൊരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇലക്ട്രോഡൈനാമിക്സ് പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കണം. ഈ PSC പരീക്ഷയ്ക്ക് ഇലക്ട്രോഡൈനാമിക്സ് മസ്റ്റായിട്ടും പഠിക്കണം. സിലബസിലില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. കാരണം ഒത്തിരി ചോദ്യങ്ങൾ ഇതിനകത്തേക്ക് ചോദിക്കാം. ഒരുപക്ഷെ ചോദ്യം ഇടുന്ന ആൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ടാവില്ല, ഇലക്ട്രോഡൈനാമിക്സ് ചോദ്യങ്ങൾ കയറി വരും. അപ്പോൾ ഏറ്റവും താഴെ PSCയുടെ താഴെ നോട്ടുണ്ട്, ഇതാണ് സിലബസ്, പക്ഷേ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന എല്ലാം പഠിക്കണമെന്നാണ്. അപ്പോൾ ഇലക്ട്രോഡൈനാമിക്സ് എന്തായാലും നമ്മൾ പഠിക്കണം അല്ലേ. പക്ഷേ ഒരു മാന്യത എന്ന് പറയുന്നത് സിലബസിൽ വ്യക്തമായിട്ട് തരുന്നത് തന്നെയായിരുന്നു, പക്ഷെ അങ്ങനെ തന്നിട്ടില്ല. അപ്പോൾ ഇതൊന്നും നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഇതിനൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, കാരണം അങ്ങനെയെങ്കിലും മാറട്ടെ, പുറകെ വരുന്ന ആളുകൾക്കെങ്കിലും നല്ല രീതിയിലാവട്ടെ. നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസറിന് ഇത് ചൂണ്ടിക്കാട്ടി, സയൻറ്റിഫിക് ഓഫീസിനെ ചൂണ്ടിക്കാട്ടി, പക്ഷേ അവരാരും സമ്മതിക്കുന്നില്ല. കാരണം എന്താ? താഴെ നോട്ടില്ലേ, നിങ്ങളിത് പഠിക്കണ്ട, നിങ്ങൾ ഇതൊക്കെയാണ് സിലബസ് എങ്കിലും എല്ലാം പഠിക്കണം.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മത്സര പരീക്ഷയാണ്, നമ്മൾ താഴെ പോകാൻ പാടില്ല. ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോഡൈനാമിക്സ് മസ്റ്റായിട്ടും നിങ്ങൾ പഠിക്കണം. നന്നായിട്ട് തരമായിട്ട് ആ ഭാഗങ്ങൾ പഠിക്കണം. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം. അപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ I+ൻ്റെ കോഴ്സിൽ നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്താണ് പോയിരിക്കുന്നത്. എല്ലാ ടോപ്പിക്കുകളും ഇലക്ട്രോഡൈനാമിക്സിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പഴയ സിലബസിൻ്റെ ബേസിസിൽ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ക്രാഷ് കോഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന പുതിയ സിലബസും പഴയ സിലബസും കൂടി ചേർത്തിട്ടൊരു ക്രാഷ് കോഴ്സ് ഇലക്ട്രോഡൈനാമിക്സ് ഉൾപ്പെടെ ഉണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകൾ ഒരവസരമായിട്ട് കണ്ട് 2 മാസം മറ്റെല്ലാം മാറ്റിവെച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.